6:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളെന്നാൽ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അതിന് മുന്നേതാ ഞങ്ങൾ പോയത് ഒരു വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ, ഒരു കാറ്. അപ്പോൾ ഒരു അമ്പലം കണ്ടപ്പോൾ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കാൻ കേട്ടോ. എന്നിട്ട് കാറ് തൊട്ട് തൊഴണൊക്കെ ഉണ്ട്. ഇന്നും ചെയ്യുന്ന പരിപാടിയാണോ നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് വിളിക്കുന്ന ആളല്ലേ, നമുക്കറിയില്ലല്ലോ. ആൾ നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ വണ്ടി എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ തമാശക്ക് പറയണ്ട, ആദ്യമായിട്ട് വണ്ടി എടുക്കണോണ്ടാണോ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കേട്ടോ, വെറുതെ പറഞ്ഞതാണ്. പിന്നെ എന്താ ഞങ്ങൾ ഇങ്ങോട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ അവിടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സിദ്ധുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അതിനായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തു, പാട്ടൊക്കെ പാടിയിട്ട് കേക്കൊക്കെ മുറിച്ചു, പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഒരു മൂവിക്കാണ് കേട്ടോ. ഏതായിരിക്കും മൂവി എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യും, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതാണ് കേട്ടോ കേക്ക്, നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ അവർ സിദ്ധു എന്ന് എഴുതണതിന് പകരം ഒരു എന്നെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സിന്ധു എന്നായിപ്പോയി. അത് അവരുടെ മിസ്റ്റേക്കാണ്, ഇവർ കറക്റ്റ് പറഞ്ഞു കൊടുത്തു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ പിന്നെ ഇവിടെ കരച്ചിലായി കേട്ടോ, അത് ആര് മുറിക്കണം എന്നുള്ളൊരിതായി, കത്തിയൊക്കെ ആര് പിടിക്കണം എന്നുള്ളൊരിതായി. അപ്പോൾ വീതോട് കൈയൊക്കെ കൊട്ടുണ്ട് കേട്ടോ. ഒരു പീസ് വെറുതെ ബേബി അവൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അവരോട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അവരെന്നെ കട്ട് ചെയ്ത് തരും കേട്ടോ, നല്ല കസ്റ്റമർ സർവീസാണ്. പിന്നെ അത് ഈ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി അത് കഴിച്ചു എല്ലാവരും. ഏത് കുറച്ചൊക്കെ കഴിച്ചുള്ളൂ, എനിക്ക് വായ തരും. അവനെ ഇതൊന്നും അത്ര പിടിക്കണില്ല. എന്നാൽ ഉരുളക്കിഴങ്ങ് വറുത്തതാണ് സംഭവം, പക്ഷെ അവനെ വല്ലാണ്ട് ഇതൊന്നും പിടിച്ചില്ല. പിന്നെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഐറ്റം വാങ്ങി, ഇതും വാങ്ങി കേട്ടോ, ബ്രെഡ് സാൻഡ്വിച്ച് പോലെ അതും വാങ്ങി. അതും വേദുവിനെ വല്ലാണ്ട് പിടിച്ചിട്ടില്ല, അവൻ ഇങ്ങനത്തെ സാമാനങ്ങളൊന്നും പിടിക്കില്ല. എന്നിട്ട് അവൻ ഒരു സാധനം വാങ്ങിയത് എന്താ അറിയാം, ഈ പാർലേജിയുടെ ബിസ്ക്കറ്റ് 10 രൂപയുടെ, അതങ്ങോട്ട് വാങ്ങി അവൻ അവിടെ നടന്നിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ ഇവരുടെ കളിയാണല്ലോ എപ്പോഴും.